ഈ പെൺകുട്ടി വളരെ ഭാരം കൂടിയ ഇരുമ്പ് ഷൂസ് ധരിക്കുമായിരുന്നു. അവ ഊരിയാൽ അവൾ ബലൂൺ പോലെ ആകാശത്തേക്ക് പറന്നുപോകും. കാരണം ഈ കോട്ടയിൽ താമസിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓരോ പ്രത്യേക ശക്തികളുണ്ടായിരുന്നു. മരിയ വെള്ളത്തിൽ കൈ തൊട്ടാൽ അത് ഉടൻ തിളയ്ക്കും. ഫിയോണയ്ക്ക് ഏത് വസ്തുവിനെയും വലുതാക്കാൻ കഴിയും. ബ്രോൺവിന് വളരെ ഭാരമുള്ള വസ്തുക്കളും എളുപ്പത്തിൽ ഉയർത്താൻ കഴിയും. രണ്ട് ഇരട്ടക്കുട്ടികൾ എപ്പോഴും മുഖം മൂടി നടക്കും. അവരുടെ യഥാർത്ഥ മുഖം കണ്ടാൽ ആരും ഉടൻ കല്ലായി മാറും. എല്ലാവരും അത്താഴത്തിലിരുന്നപ്പോൾ ഒരു ആൺകുട്ടി വായ തുറന്നതോടെ അതിൽ നിന്ന് തേനീച്ചകൾ പുറത്തുവന്നു. അവൻ അവയെ വീണ്ടും തന്റെ ശരീരത്തിനുള്ളിലേക്ക് തിരികെ അയച്ചു. മറ്റൊരു ചെറിയ പെൺകുട്ടി സാധാരണക്കാരിയെപ്പോലെ തോന്നിയെങ്കിലും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ തലമുടിക്കുള്ളിൽ നിന്ന് മറ്റൊരു വായ പുറത്തുവന്നു. ഈ കുട്ടികളെ നോക്കുന്നത് മിസ് പെരഗ്രിൻ ആയിരുന്നു. അത്താഴത്തിന് ശേഷം അവൾ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോയി ഗ്യാസ് മാസ്ക് ധരിക്കാൻ പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കകം യുദ്ധവിമാനങ്ങൾ മുകളിലൂടെ പറന്നു. ഒരു വിമാനം അവരുടെ കോട്ടയിലേക്ക് ബോംബെറിഞ്ഞു. ഉടൻ മിസ് പെരഗ്രിൻ തന്റെ പോക്കറ്റ് വാച്ചിലെ ബട്ടൺ അമർത്തി. സമയം നിശ്ചലമായി. തുടർന്നവൾ സമയം കൃത്യം 24 മണിക്കൂർ പിന്നിലേക്ക് തിരിച്ചു. അതുകൊണ്ട് കുട്ടികൾ വീണ്ടും സുരക്ഷിതരായി ബോംബിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു.